Stop whatever you are doing for just 10 seconds. ഈ വീഡിയോ കാണുന്ന ഡിവൈസിലേക്ക് ഒന്ന് നോക്കൂ. ഇൻസൈഡ് ദിസ് ഡിവൈസ് 15 മില്യൺസിൽ കൂടുതൽ മൈക്രോസ്കോപ്പിക് സ്വിച്ചസ് ഉണ്ട്. 15 ബില്യൺ. ദാറ്റ് ഈസ് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ഏകദേശം 2 സ്വിച്ചസ് വീതം. ആൻഡ് ഹിയർ ഈസ് ദ ക്രേസി പാർട്ട്. ആ ഓരോ സ്വിച്ചിനും ചെയ്യാൻ പറ്റുന്നത് ടേൺ ഓൺ ഓർ ഇറ്റ് ക്യാൻ ടേൺ ഓഫ് 1 or 0. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് കനോട്ട് സിങ്, ഇറ്റ് കനോട്ട് തിങ്ക്. എന്നിട്ടും ദീസ് സ്വിച്ചസ് ആർ പ്ലേയിങ് ദിസ് വീഡിയോ. ആ സ്വിച്ചസ് ആണ് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്, നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ChatGPT റൺ ചെയ്യുന്നത്, ടെസ്ല ഓടിക്കുന്നത്, റോക്കറ്റ് ലാൻഡ് ചെയ്യിക്കുന്നത്. സോ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: ഓണും ഓഫും മാത്രം അറിയാവുന്ന ബില്യൺസ് ഓഫ് സ്വിച്ചസ് എങ്ങനെയാണ് ഒന്നിച്ചു ചേർന്ന് ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നത്? ഹൗ ഡു ബില്യൺസ് ഓഫ് ഡം സ്വിച്ചസ് ദാറ്റ് ഓൺലി നോ ഓൺ ആൻഡ് ഓഫ് കം ടുഗെദർ ടു ക്രിയേറ്റ് ഇൻ്റലിജൻസ്? വെൽക്കം ടു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ. Welcome to the most important subject of engineering life. By the end of this video, you will know exactly what this course is, why it will change how you are seeing the computer forever. ഈ കോഴ്സ് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിൽ 80% മുകളിൽ സ്കോർ ചെയ്യേണ്ടത് എന്ന്. ലെറ്റ്സ് ബിഗിൻ. വാട്ട് ഈസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് നോക്കാം. തിങ്ക് അബൌട്ട് എ വാട്ടർ ടാപ്പ് അറ്റ് യുവർ ഹോം. സാധാരണ ടാപ്പ് അനലോഗ് ആണ്. യു ക്യാൻ ഓപ്പൺ ഇറ്റ് എ ലിറ്റിൽ. ദർ ആർ ഇൻഫിനിറ്റ് പൊസിഷൻ ബിറ്റ്വീൻ ഫുള്ളി ക്ലോസ്ഡ് ആൻഡ് ഫുള്ളി ഓപ്പൺ. Now imagine a tab that has only 2 positions, fully off or fully on. ഇടയിൽ ഒന്നുമില്ല. That's digital. Digital electronics is the science of building systems using signals that have only 2 values. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നത് 2 വാല്യൂസ് മാത്രമുള്ള സിഗ്നൽസ് ഉപയോഗിച്ച് സിസ്റ്റംസ് നിർമ്മിക്കുന്ന ഒരു സയൻസ് ആണ്. വി കോൾ ദം 0 and 1 or low and high or off and on. Now you might think infinite values alle 2 valuesനെക്കാട്ടിൽ പവർഫുൾ. And the answer is the single most important idea in all of computing. അനലോഗ് സിഗ്നൽസ് എന്നുള്ളത് ഒരു ബഹളമുള്ള റൂമിൽ ഒരാൾ പതുക്കെ സ്വകാര്യം പറയുന്നത് പോലെയാണ്. കോപ്പി ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ നോയ്സ് കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സിഗ്നൽസ് ഡീഗ്രേഡ് ആവും. ഒരു ഫോട്ടോകോപ്പി എടുത്താൽ എന്ത് കിട്ടും? വെറും വേസ്റ്റ്. അതുപോലെയാണ് അനലോഗ് സിഗ്നൽസ്. ബട്ട് ഡിജിറ്റൽ സിഗ്നൽസ് ആർ ലൈക്ക് അതേ ബഹളമുള്ള റൂമിൽ ഒരാൾ ഉറക്കെ യെസ് അല്ലെങ്കിൽ നോ എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. നോയ്സ് ഉണ്ടെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും കേൾക്കുന്ന ആൾക്ക് എപ്പോഴും മനസ്സിലാവും അത് ഒരു യെസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു നോ ആയിരുന്നു, ഓർ 1 ആയിരുന്നോ അല്ലെങ്കിൽ 0 ആയിരുന്നു എന്ന്. അതുകൊണ്ടാണ് വാട്സാപ്പ് മെസ്സേജസ്, കേബിൾസ്, സാറ്റലൈറ്റ് ടവേഴ്സ് എല്ലാം കഴിഞ്ഞ് ലോകത്തിൻ്റെ മറുവശത്ത് എത്തുമ്പോഴും ഒരു ലെറ്റർ പോലും മാറാതെ എത്തുന്നത്. 2 വാല്യൂസ് നമുക്ക് തരുന്നത് ഇൻഫിനിറ്റിക്ക് ഒരിക്കലും തരാൻ പറ്റാത്ത കാര്യമാണ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ് റിലയബിലിറ്റി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 1 ലൈൻ ഡെഫിനിഷൻ. Digital electronics is the art of representing all information as zeros and ones and building circuits of switches that store, move and transform those zeros and ones. ഈ സ്വിച്ചിൻ്റെ പേരാണ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റേഴ്സിനെ ചില ക്ലവർ പാറ്റേൺസിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് ആർ ദ ആൽഫബറ്റ്സ് ഓഫ് ഡിജിറ്റൽ വേൾഡ്. ദാറ്റ് ഈസ് where our journey will begin in module 1. Why every computer science student must learn this? ഇനി നിങ്ങളുടെ പലരുടെയും മനസ്സിലിരിക്കുന്ന ചോദ്യം, ഐ വാണ്ട് ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഐ വാണ്ട് ടു വർക്ക് ഇൻ എ ഐ വർക്ക് ചെയ്യണം, പിന്നെ ഞാൻ എന്തിനാണ് ഇലക്ട്രോണിക്സ് പഠിക്കുന്നത്? ഇത് ഹാർഡ്വെയർ സബ്ജക്റ്റ് അല്ലേ? ലെറ്റ് മീ ഗിവ് യു 5 reasons. Reason number 1, you cannot master what you don't understand. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രോഗ്രാമേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഗെയിം എൻജിൻസ്, ഡേറ്റാബേസ്, കമ്പൈലേഴ്സ് എഴുതുന്നവർ അവരെല്ലാവരും ചിന്തിക്കുന്നത് ഹാർഡ്വെയർ ആക്ച്വലി എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് തരുന്നത് മെഷീൻ്റെ ഉള്ളിലെ ഒരു എക്സ്റേ വിഷനാണ്. റീസൺ നമ്പർ 2 ഈസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഈസ് കമ്മിങ് ടു യു.
നെക്സ്റ്റ് സെമസ്റ്റർ നിങ്ങൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ പഠിക്കും. CPU, മെമ്മറി, പൈപ്പ് ലൈൻസ്, ആ സബ്ജക്റ്റ് മുഴുവൻ ഈ സബ്ജക്റ്റിൽ തന്നെ സ്കെയിലപ്പ് ചെയ്തതാണ്. CPU മുകളിലെ ALU അത് മൊഡ്യൂൾ 3 അഡ്രസ്സും കമ്പാരറ്റേഴ്സുമാണ്. രജിസ്റ്റേഴ്സ് മൊഡ്യൂൾ 4, കൺട്രോൾ യൂണിറ്റ് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ അതും മൊഡ്യൂൾ 4. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സ്ട്രോങ് ആയ സ്റ്റുഡൻറ്റിന് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വളരെ ഈസി ആയിട്ട് തോന്നും. റീസൺ നമ്പർ 3, AI റെവല്യൂഷൻ ഈസ് എ ഹാർഡ്വെയർ റെവല്യൂഷൻ. ChatGPT പോസിബിൾ ആയത് അൽഗോരിതംസ് കൊണ്ട് മാത്രമല്ല, ന്യൂറൽ നെറ്റ്വർക്ക് 1980s ഉണ്ടായിരുന്നു. പിന്നെന്താണ് മാറിയത്? ഹാർഡ്വെയർ. GPUവും TPUവും മില്യൺസ് ഓഫ് മൾട്ടിപ്ലൈ ആൻഡ് ആഡ് യൂണിറ്റ്സ് പാരലായി ഓടുന്ന ചിപ്സ്. മൾട്ടിപ്ലൈ ആൻഡ് ആഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ആഡേഴ്സ്. മൊഡ്യൂൾ 3 രജിസ്റ്റേഴ്സുമായി കണക്ട് ചെയ്ത് മൊഡ്യൂൾ 4 NVIDIA, ഗൂഗിൾ, ടെസ്ല പോലുള്ള കമ്പനീസ് AIയും ഡിജിറ്റൽ ഹാർഡ്വെയറും രണ്ടും അറിയാവുന്ന എൻജിനീയേഴ്സിന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാലറിയാണ് കൊടുക്കുന്നത്. ആ ഇൻ്റർസെക്ഷൻ തുടങ്ങുന്നത് ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അകത്തിലാണ്. റീസൺ നമ്പർ 4, ഇന്ത്യാസ് സെമി കണ്ടക്ടർ മൂവ്മെൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ സെമി കണ്ടക്ടർ ഡിവൈസ് ഗുജറാത്തിലെ പുതിയ ഫാബ്സ്, AMD, ഇന്റൽ, ക്വാൽകോം, ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരക്കണക്കിന് എൻജിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത് തന്നെ നമ്പർ സിസ്റ്റം, K-മാപ്പ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, FSMs, വെരിലോഗ്സ്, വിച്ച് മീൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ എക്സാക്ട് സിലബസ്. ഈ കോഴ്സ് വെറും ഒരു എക്സാം അല്ല, ഇതൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. റീസൺ നമ്പർ 5, ഗേറ്റ്. ഡിജിറ്റൽ ലോജിക്കിന് ഗേറ്റ് CSEയിൽ നല്ല വെയിറ്റേജ് ഉണ്ട്. ഗേറ്റ് ഈസിയിൽ അതിനെക്കാട്ടിൽ കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. അതും ഏറ്റവും കൂടുതൽ സ്കോറിംഗ് സെഷനാണ്. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാം പ്രൊസീജിയറാണ്. കൺവേർട്ട് ദിസ് നമ്പർ, മിനിമൈസ് ദിസ് K-മാപ്പ്, അനലൈസ് ദിസ് കൗണ്ടേഴ്സ്, സോ യു ക്യാൻ സ്കോർ മോർ മാർക്സ്. 4th ഇനി 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഇൻഫർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. മൊഡ്യൂൾ 2 കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു. മൊഡ്യൂൾ 3 കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു. മൊഡ്യൂൾ 4 കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ റിമെമ്പർ ചെയ്യും. റെപ്രസെൻറ്റ്, ഡിസൈഡ്, കമ്പ്യൂട്ട് ആൻഡ് റിമെമ്പർ, ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ സ്റ്റോറി. ഫസ്റ്റ് മൊഡ്യൂൾ, ഇവിടെ നിങ്ങൾ ബൈനറി ആൻഡ് ഹെക്സാ നമ്പർ സിസ്റ്റംസ് പഠിക്കും. പിന്നെ ബേസ് കൺവേർഷൻസ്, ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സ്, ഒരു ശ്വാസം എടുക്കുന്ന പോലെ നാച്ചുറൽ ആവുന്നത് വരെ പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം ബൈനറി അരിത്മെറ്റിക്സ്, മെഷീൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. പിന്നെ ടോപ്പേഴ്സിനെ ബാക്കിയുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സൈൻഡ് വേഴ്സസ് അൺസൈൻഡ് നമ്പേഴ്സ്, ടൂസ് കോംപ്ലിമെൻറ്റ്, ഫിക്സഡ് പോയിന്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ്, ഇതൊക്കെ. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്ന ലോജിക് ഗേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ലോജിക് ലെവൽസ് ആൻഡ് നോയ്സ് മാർജിൻസ്. ഏത് വോൾട്ടേജ് ആണ് 1 ആയി കൗണ്ട് ചെയ്യുന്നത്, എത്ര നോയ്സ് ഒരു സർക്യൂട്ടിന് സർവൈവ് ചെയ്യാൻ പറ്റും, ഇതാണ് റിയൽ വേൾഡ് എഞ്ചിനീയറിംഗ്. കൂടെ ഉള്ളത് പവർ സപ്ലൈ ബേസിക്സും. ആൻഡ് ദെൻ സംതിങ് മോസ്റ്റ് കോളേജസ് ഡിലേ, Verilog, the hardware description language. You will learn the modern digital design flow, Verilog data types, modules and operators. Module 2 is where we teach computers to make decisions. ഈ മൊഡ്യൂളിൻ്റെ ഹീറോ ജോർജ് ബൂൾ എന്ന മനുഷ്യനാണ്. യു വിൽ മാസ്റ്റർ ബൂളിയൻ ആൾജിബ്ര ആൻഡ് ഇറ്റ്സ് ലോസ്, ദ ഗ്രാമർ ഓഫ് ഡിജിറ്റൽ തിങ്കിങ്. പിന്നെ കാനോണിക്കൽ ഫോംസ്, സം ഓഫ് പ്രോഡക്ട്സ്, പ്രോഡക്റ്റ് ഓഫ് സം, മിൻ ടേം, മാക്സ് ടേം, ഏത് ലോജിക്കൽ ഡിസിഷനും എഴുതാനുള്ള സ്റ്റാൻഡേർഡ് വേസ്. അതിനുശേഷം എനിക്ക് ഈ കോഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കർൺ ഓഫ് മാപ്പ് ഓർ K-മാപ്പ്, ഒരു വിഷ്വൽ പസിലാണ്. ഒരു ഗ്രിഡിൽ 1നെ ഗ്രൂപ്പ്സായി സർക്കിൾ ചെയ്യുന്നു. പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് സിമ്പിൾ പോസിബിൾ സർക്യൂട്ട്. കുറച്ച് ഗേറ്റ്, കുറച്ച് കോസ്റ്റ്, കുറച്ച് പവർ, കൂടുതൽ സ്പീഡ്, കൂടെ ഡോൺ കെയർ കണ്ടീഷൻ. അതിലും നല്ല മിനിമൈസേഷനുള്ള പ്രൊഫഷണലിൻ്റെ ട്രിക്ക്. പിന്നെ ബൈനറി ടു ഗ്രേ പോലുള്ള കോഡ് കൺവേർട്ടേഴ്സ് ഡിസൈൻ ചെയ്യാനും ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഓൺ ദ വെരിലോഗ് സൈഡ്, കണ്ടിന്യൂസ് അസൈൻമെൻറ്റ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ഡിലേ മോഡലിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഹാർഡ്വെയറിനെ കോഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. K-മാപ്പ് മിനിമൈസേഷൻ ആണ് ഈ സബ്ജക്റ്റിലെ ഏറ്റവും ഗ്യാരൻറ്റീഡ് ക്വസ്റ്റ്യൻ. മിക്കവാറും എല്ലാ KTU ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു K-മാപ്പ് ഉണ്ടാകും. അതിന് നല്ല മാർക്കും ഉണ്ടാകും. മൊഡ്യൂൾ 2 മാർക്ക് സ്കോറിംഗ് മെഷീനായിട്ട് നമുക്ക് ഈ ഒരു K-മാപ്പിനെ കൺസിഡർ ചെയ്യാം. മൊഡ്യൂൾ 3യിൽ നിങ്ങൾ ഗേറ്റ്സ് ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് ഹാർഡ്വെയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. മൊഡ്യൂൾ 1ഉം
2 ബ്രിക്സിനെ കുറിച്ച് പഠിക്കുന്ന പോലെയാണെന്ന് ചിന്തിക്കും. മൊഡ്യൂൾ 3യിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റെഡിമെയ്ഡ് വാൾസ്, റെഡിമെയ്ഡ് ഡോർസ് ഓർ റെഡിമെയ്ഡ് വിൻഡോസ് ആണ്. ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ബ്ലോക്സ്. ഡീകോഡേഴ്സ് പലതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ്. ഏത് അഡ്രസ്സാണ് റീഡ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ എല്ലാ മെമ്മറി ചിപ്പിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എൻകോഡേഴ്സ് ആൻഡ് പ്രയോറിറ്റി എൻകോഡേഴ്സ്. ഹൗ യുവർ കീബോർഡ് കൺവേർട്ട്സ് എ കീ പ്രസ് ഇൻ ടു ബൈനറി. ദെൻ മൾട്ടിപ്ലെക്സേഴ്സ് വിച്ച് ആർ ദ ഡേറ്റ സെലക്ടേഴ്സ്. ചിപ്പിൻ്റെ റെയിൽവേ ജംഗ്ഷൻസ് പ്രോസസ്സേഴ്സിൽ സിഗ്നൽസിനെ വഴിതിരിച്ചു വിടുന്നവർ. പിന്നെ അതിൻ്റെ മിറർ ഇമേജ്, ദാറ്റ് ഈസ് ഡീമൾട്ടിപ്ലെക്സർ. ദെൻ അരിത്മെറ്റിക് സർക്യൂട്ട്സ്, ഹാഫ് ആഡേഴ്സ്, ഫുൾ ആഡേഴ്സ്, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ ആൻഡ് കമ്പാരിറ്റേഴ്സ്. വെരിലോഗിൽ ഈ മൊഡ്യൂളിലുള്ളത് സ്ട്രക്ചറൽ മോഡലിംഗ് ആണ്. ഹയറാർക്കി, ഗേറ്റ് ലെവൽ മോഡലിംഗ്, മൊഡ്യൂൾ ഇൻസ്റ്റാൻഷിയേഷൻ, ചെറിയ വെരിഫൈഡ് ബ്ലോക്സിൽ നിന്ന് വലിയ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്ന പ്രൊഫഷണൽ പ്രാക്ടീസ്. ഒരു 15 ബില്യൺ ട്രാൻസിസ്റ്റർ ചിപ്പ് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ വരുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ എ ഫുൾ ആഡർ യൂസിങ് ഡീകോഡേഴ്സ്, ഇംപ്ലിമെൻറ്റ് ഫങ്ഷൻസ് യൂസിങ് മൾട്ടിപ്ലെക്സേഴ്സ്, റിയലൈസ് എ കമ്പാരറ്റർ. ഈ ഡിസൈൻ ക്വസ്റ്റ്യൻസും KTUവിൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, നല്ല മാർക്സും കിട്ടും. നെക്സ്റ്റ്, മൊഡ്യൂൾ 4 സീക്വൻഷ്യൽ ലോജിക് ഡിസൈൻ ആൻഡ് FSM. ഏറ്റവും വലിയ മൊഡ്യൂളാണ് 4th മൊഡ്യൂൾ. 14 hours ആണ് ഇതിന് വേണ്ടിയത്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ഓർത്ത് വയ്ക്കാനും ടൈമിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനും വേണ്ടിയിട്ട് പഠിപ്പിക്കുക. നിങ്ങൾ ആദ്യം കാണുന്നത് SR ലാച്ച്, ഒരു ലൂപ്പിൽ കണക്ട് ചെയ്ത് 2 ഗേറ്റ്സ്, ഒരു സിംഗിൾ ബിറ്റിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയുന്നത്, എല്ലാ മെമ്മറിയുടെയും ആറ്റ്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ്, JK ഫ്ലിപ്പ് ഫ്ലോപ്സ്, D ഫ്ലിപ്പ് ഫ്ലോപ്സ്, ക്ലോക്കിൻ്റെ ടിക്കിൽ മാത്രം അപ്ഡേറ്റ് ആവുന്ന ഡിസിപ്ലിൻഡ് മെമ്മറി സെൽസ്. ഫ്ലിപ്പ് ഫ്ലോപ്സിൽ നിന്ന് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. രജിസ്റ്റേഴ്സ്, മുഴുവൻ നമ്പേഴ്സിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ക്ലോക്ക് ഡിവൈഡേഴ്സ്, ദ സർക്യൂട്ട് ദാറ്റ് ഗിവ് എവറി ഡിജിറ്റൽ സിസ്റ്റം ഇറ്റ്സ് ഹാർട്ട് ബീറ്റ്. ഒരു FSM എന്നത് ബിഹേവിയർ ഉള്ള ഒരു സർക്യൂട്ടാണ്. ഇൻപുട്ട് അനുസരിച്ച് സ്റ്റേറ്റ്സിലൂടെ മൂവ് ചെയ്യുന്നു. ഒരു ട്രാഫിക് ലൈറ്റ്, റെഡ്, ഗ്രീൻ, യെല്ലോ, വീണ്ടും റെഡ്. Even the control unit of a CPU is one giant FSM. When you design a FSM, you can design behavior itself. ഈ ഒരു മൊഡ്യൂളിൻ്റെ വെരിലോഗിൽ പ്രൊസീജിയറൽ ബ്ലോക്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മോഡലിംഗ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് FSMs, പിന്നെ റൈറ്റിംഗ് ടെസ്റ്റ് ബെഞ്ചസ്, നിങ്ങളുടെ ഡിസൈൻ വെരിഫൈ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി സ്കിൽ. ഈ മൊഡ്യൂളിൽ വരുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷൻ, കൗണ്ടർ ഡിസൈൻ, FSM ഡിസൈൻ, അത് ഗ്യാരൻറ്റീഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 14 കോണ്ടാക്ട് അവേഴ്സ് ഉള്ളതുകൊണ്ട് എക്സാം പേപ്പറിൽ ഈ മൊഡ്യൂളായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4 മാസ്റ്റർ ചെയ്താൽ ഈ ഒരു കോഴ്സ് ഫുള്ള് മാസ്റ്റർ ചെയ്തു എന്നാണ് എൻ്റെ മീനിങ്. ഹൗ ടു സ്കോർ എബവ് 80%. ഒരു ബാറ്റിൽ പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ്, സ്റ്റഡി സ്ട്രാറ്റജി, വാച്ച്, റൈറ്റ് ആൻഡ് വയർ. വാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ലെക്ചറും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ മുഴുവനായിട്ട് കാണണം. പിന്നെ റൈറ്റ്, വീഡിയോ ക്ലോസ് ചെയ്തിട്ട് മെമ്മറിയിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റിൽ എന്തെല്ലാം വരുന്നുണ്ടോ അതൊരു ബുക്കിൽ ഡിറൈവ് ചെയ്യുക. അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വീഡിയോ കാണുക. ദെൻ വയർ, അന്ന് തന്നെ ആ സർക്യൂട്ട് ലോജിസിമിലോ സർക്യൂട്ട് വേഴ്സിലോ ബിൽഡ് ചെയ്യുക. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രൂത്ത് ടേബിൾസ് സ്വന്തം കൈകൊണ്ട് വരച്ച് സർക്യൂട്ട് വയർ ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ്, ദ റിവിഷൻ സ്ട്രാറ്റജി. 1-7-30 റൂൾസ് ഫോളോ ചെയ്യുക. അതായത് ഒരു ടോപ്പിക് ഒരു ദിവസം കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞ്, അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. ഓരോ മൊഡ്യൂളിനും ഒരു സിംഗിൾ പേജ് ഫോർമുല ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്പർ കൺവേർഷൻ റൂൾസ്, ബൂളിയൻ ലോസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സൈറ്റേഷൻ ടേബിൾസ്, FSM ഡിസൈൻ സ്റ്റെപ്പ്, അങ്ങനെ 4 പേജസിൽ എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് വീക്കിൽ ആ 4 പേജസ് ആയിരിക്കും നിങ്ങളുടെ സിലബസ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. തേർഡ് വൺ, പ്രാക്ടീസ് സ്ട്രാറ്റജി. മിനിമം 5 പ്രീവിയസ് ഇയർ KTU ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വാച്ച്, റൈറ്റ്, വയർ റുട്ടീൻ ഫോളോ ചെയ്യുക. 1-7-30 റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 80% എബവ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ടൂൾസ്.
നൗ യുവർ ലബോറട്ടറി. ലോജിസം എവല്യൂഷൻ, അതൊരു ലാബാണ്. ലാബിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഫ്രീ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയ ഒരു സർക്യൂട്ട് സിമുലേറ്റർ ആണ് ലോജിസം എവല്യൂഷൻ. ഗേറ്റ്സിനെ ഡ്രാഗ് ചെയ്യുക, വയർ ചെയ്യുക, സ്വിച്ചസ് ഫ്ലിപ്പ് ചെയ്യുക, LED കത്തുന്ന കാണുക. ആദ്യം സർക്യൂട്ട് ബിൽഡ് ചെയ്യുന്നത് ഇവിടെയാണ്. മൊഡ്യൂൾ 1, 2, 3 നമ്മളിത് കൂടുതലായിട്ടും ലോജിസം എവല്യൂഷൻ. നെക്സ്റ്റ് ഈസ് സർക്യൂട്ട് ബേസ്. ദ സെയിം ഐഡിയ ബട്ട് ഇറ്റ് റൺസ് ഇൻ യുവർ ബ്രൗസർ. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട. പിന്നെ ഒരു പ്രൗഡ് കാര്യം, ഇത് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തതാണ്. ലോജിസം എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ സർക്യൂട്ട് ബേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ലെറ്റ് സൂം ഔട്ട് വൺ ലാസ്റ്റ് മിനിറ്റ്. 4 മൊഡ്യൂൾസ് റെപ്രസെൻറ്റ് ഡിസൈഡ്, കമ്പ്യൂട്ട് ആൻഡ് റിമെമ്പർ. 2 പാരലൽ ട്രാക്സ്, കാണാൻ പറ്റുന്ന സർക്യൂട്ട്, എഴുതാൻ പറ്റുന്ന വെരിലോഗ്. ഒരൊറ്റ ഡെസ്റ്റിനേഷൻ. ഈ ലോകത്തിലെ ഏത് ഡിവൈസ് നോക്കിയാലും യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. ആൻഡ് വി ബിഗിൻ വിത്ത് എ മിസ്റ്ററി. ഇൻ ലെക്ചർ 1 ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ദാറ്റ് സൗണ്ട് സിമ്പിൾ, ബട്ട് അതിൻ്റെ ആൻസറാണ് ഈ മോഡേൺ ലോകം ബിൽഡ് ചെയ്തത്. വൈ ഡസ് എവറി കമ്പ്യൂട്ടർ ഓൺ എർത്ത് അണ്ടർസ്റ്റാൻഡ് ഓൺലി 0 and 1? എന്തുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ കമ്പ്യൂട്ടറും 0യും 1ഉം മാത്രം മനസ്സിലാക്കുന്നത്? അതാണ് ലെക്ചർ 1. വൈ എവറി കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ്സ് ഓൺലി 1 and 0. So subscribe, hit the bell and keep your notebook ready. I will see you in lecture 1.